നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വെഞ്ഞാറമൂടാണ്. വെഞ്ഞാറമൂട് അഫാൻ്റെ വീടിൻ്റെ സമീപത്താണ്. അഫാൻ്റെ ഉമ്മയുടെ വീടാണ് നമ്മുടെ പുറകിലായിട്ട് കാണുന്നതുണ്ട്. അത് നമുക്ക് അവിടെ പോകാം. അതേപോലെ തന്നെ അഫാൻ്റെ പിതാവ് ഇപ്പം വരും. പക്ഷേ അദ്ദേഹത്തോട് നമുക്കൊരു ഇൻ്റർവ്യൂ പോലെ കാര്യങ്ങൾ ചോദിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ നമുക്കറിയാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് നമുക്ക് കേൾക്കാം എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും അഫാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ കോമയിലാണ് എന്നാണ് പറയുന്നത്. അഫാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും സംശയമുള്ള നാട്ടുകാർ ഇവിടെ ഉണ്ട്. ഏതായാലും അഫാൻ്റെ പിതാവ് അതിനെക്കുറിച്ച് അന്വേഷിച്ചോ, അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എന്താണ് എന്നാണ് ഞങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ വന്നായിരുന്നു. ഒത്തിരി നാളായി കാണണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. എന്നാണ് നമുക്ക് വിശേഷമൊക്കെ പറയാം. കാരണം നമുക്കത് അറിയാമല്ലോ മനസ്സിൽ. കാരണം നമ്മളിത് ഇതൊക്കെ തന്നെ വിശേഷങ്ങളൊക്കെ അറിയുന്ന വിശേഷം എനിക്കും അറിയാമല്ലോ. വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നും അറിഞ്ഞൂടാ. ഒരു കാര്യങ്ങളും എനിക്ക് അറിഞ്ഞൂടാ. ഒത്തിരി കഷ്ടപ്പെട്ടു, ഒരുപാട് സ്വപ്നം കണ്ടു അല്ലേ, ഒരുപാട് സ്വപ്നം കണ്ടു, ഒരുപാട് കാര്യങ്ങളിലേക്ക് പോയി ഒത്തിരി കഷ്ടപ്പെട്ടു എന്നറിയാം. ഒന്നും അല്ലാത്തടത്തു നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു വലിയൊരു വീടും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. വലിയൊരു പ്രതീക്ഷയായിരുന്നു അല്ലേ? അല്ല, അതെ അതെ. നിങ്ങളുടെ ചാനൽ? ഞാൻ കേരളീയ ചാനലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അറിയായിരുന്നു. ഇപ്പം എങ്ങനെയാണ്, എന്ത് പറയുന്നു? ഒന്നും പറയാൻ ഞാൻ പറയാനുള്ള ഒരു ഇതിൽ ഞാൻ പറയുന്നത് അത്രയേ ഉള്ളൂ. അതിനെക്കുറിച്ച് വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അത്രയേ ഉള്ളൂ പറയാൻ. അതിനെക്കുറിച്ച് പറയാൻ അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞ കാര്യമേ ഉള്ളൂ, വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല. അപ്പോൾ ഇങ്ങനെ അല്ല ഞാൻ ചെയ്യുന്നത്. ഇപ്പം കുടുംബത്തിൻ്റെ കാര്യമാണല്ലോ. ഇപ്പം നമ്മളിപ്പം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളിത്ര വീടൊക്കെ ഉണ്ടാക്കി, ഒന്നും അല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് വന്നു. നമുക്കൊരു അല്ലേ, നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് എൻ്റെ വിധിയായിട്ട് ഞാൻ കണക്കാക്കുന്നത്, അത്രയേ ഉള്ളൂ. എൻ്റെ വിധി അതായിരുന്നു, പടച്ചവൻ്റെ വിധിയാണ്, അതൊക്കെ നടപ്പിലെന്നത്തില്ല, അത് വേറെ ഒന്നുമില്ല, അത്രയേ ഉള്ളൂ. ജീവിതത്തിൽ ഇത്രയും നാൾ അധ്വാനിച്ച പണമില്ല. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇത് എന്നെ സൃഷ്ടിച്ച പടച്ചവൻ്റെ വിധിയാണ്, അല്ല അതിനെക്കുറിച്ച് വിലക്കൊന്നും പറയാം. പടച്ചവൻ എന്ത് തീരുമാനിച്ചോ അത് നടപ്പിലാവുന്നു എന്നുള്ളതേ ഉള്ളൂ. പടച്ചവൻ്റെ വിധിയാണത്, അത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥ ഇല്ല, എനിക്കൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല. ഒരു എനിക്ക് അറിയത്തുമില്ല, എന്നാരും അറിയിച്ചിട്ടുമില്ല. മോനോട് ഉള്ളിൽ ശത്രുതയുണ്ടോ, വെറുപ്പുണ്ടോ? എനിക്ക് ഞാൻ പറഞ്ഞില്ല. അത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു മീഡിയയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ, അത് കൂടുതൽ ഒന്നും എൻ്റെ ചോദിക്കണം എനിക്ക് പറയാനുമില്ല, അത്രയേ ഉള്ളൂ. അതിന് കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല, അത്രയേ ഉള്ളൂ. ഉമ്മയെ കണ്ടിട്ട് എത്ര നാളായിരുന്നു? ഞാൻ ഇപ്പോൾ പോയിട്ട് വന്നേ ഉള്ളൂ. അല്ല, നേരത്തെ ഞാൻ 7 വർഷത്തോളം കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. അതെ, രണ്ടുപേരും. അതാ അങ്ങനെയാണല്ലോ, മാതാവും മകനുള്ള ബന്ധം എന്നുള്ളത് അങ്ങനെയാണ്, അത്രയും. ഇവിടെ എല്ലാവരോടും ചോദിക്കുമ്പോൾ നല്ലൊരു അഭിപ്രായം പറയുന്നത് നിങ്ങളുടെ കുടുംബത്തെ പറ്റി, ഉമ്മയെ പറ്റിയൊക്കെയാണ് നല്ലൊരു അഭിപ്രായം പറയുന്നത്. 95 വയസ്സും ആയ ഉമ്മ പള്ളിയിൽ പോകുന്ന കാര്യങ്ങളിലും മക്കളെ വളർത്തിയത് എല്ലാം കഷ്ടപ്പെടുന്ന ഇവരൊക്കെ വളരെ വിഷമിച്ചാണ് പറയുന്നത്, സങ്കടത്തോടുകൂടി കേൾക്കുമ്പോൾ. നമുക്കിവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങളെക്കുറിച്ചൊരു സന്തോഷം തോന്നി. കാരണം അവിടെ പോലെ അല്ല, ഇവിടെ വന്ന് കുടുംബത്തെ പറ്റിയും തറവാടെക്കുറിച്ചും 11 മക്കളെ വളർത്തി അമ്മയെക്കുറിച്ചും ഒക്കെ പറയുന്ന നാട്ടുകാർ പറയുമ്പം ഒത്തിരി സന്തോഷം തോന്നി. കാരണം പള്ളിയായിട്ടുള്ള ബന്ധവും ഇവിടെ കടയുണ്ടായിരുന്നു. ഇത് ഉപ്പയല്ലേ മറ്റേ ഇവിടെ മുന്നിലുള്ള കണ്ടു ഞങ്ങൾ. എവിടെയായിരുന്നു കടയുണ്ടായിരുന്നു നേരത്തെ? ഇവിടെ ഉമ്മ വന്ന ഉമ്മ ഇവിടെ വരുവായിരുന്നു, ഒരു കടയിൽ വരുവായിരുന്നൊക്കെ പറഞ്ഞു. ഉമ്മ പറഞ്ഞ കട ഇത് തന്നെ, ഈ കട തന്നെ. അത് പക്ഷേ അങ്ങനെ പള്ളിയുടെ മുൻവശത്ത് അങ്ങനെ ഒരു ഇത് വന്നത് സാധാരണ പാപ്പ പള്ളിയിലെ ജോലിക്കാരനാണ്, പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത്. 30 കൊല്ലം അല്ലേ? 40 കൊല്ലത്തോളം. 40 കൊല്ലത്താണ് ബാപ്പ ബാങ്ക് വിളിക്കുന്നത്. ഈ ഫ്രണ്ടിലാണ് ബാപ്പ അടക്കിയിരിക്കുന്നത്. അതൊക്കെ ഇവിടെ നാട്ടുകാർ പറഞ്ഞു. ബാപ്പ അടക്കിയിരിക്കുന്നു. മറ്റുള്ളവരെ പോലെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ. അതെ അല്ലേ? മറ്റുള്ളവരെ പോലെ അപ്പുറത്തെ മോദിനാകൊണ്ട് ബാപ്പ അവിടെ സ്ഥലം കൊടുത്തു മാറ്റാറ്. പുള്ളിക്കാരി ഇപ്പം എന്താ പറയുന്നത്? വൈഫ് എന്താ പറയുക? അല്ല, ഒന്നും പറയുന്നില്ല, ഞാൻ അറിയിച്ചിട്ടില്ല. ഇപ്പം ഈ സംഭവം അറിയിച്ചിട്ടില്ല. മോനെ കാണണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. ഒരു മാതാവിൻ്റെ നമ്മളെ ഒന്നും പറഞ്ഞൊരു കഥയില്ല. കാരണം അവനോടത് എന്താടാ നീ അങ്ങനെ ചെയ്തെന്ന് ചോദിക്കണമെന്ന് എനിക്ക് പറയുന്നത് ആർക്കൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഞങ്ങളവിടെ ചെന്നായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു മൈക്ക് കാണണമെന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അമ്മയല്ലേ ഉമ്മയല്ലേ, നമുക്ക് എന്തായാലും മക്കളോട് താല്പര്യം ഉണ്ടാവും. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല നമുക്ക്. നിങ്ങൾക്കും അതുപോലെ തന്നെയാണ്, നമുക്കറിയാം, നമുക്ക് മക്കളുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് മോനുണ്ട്. ഈ പിന്നെ ഈ അഫാൻ കുഞ്ഞായിരുന്നപ്പം പുള്ളിക്കാരിയാ വളർത്തിയല്ലേ? ഉമ്മ വളർത്തിയ ഉമ്മയല്ലേ? ഇവിടെ നിന്നാ വളർന്നേ? ഓ, ഇവിടെ 5-6 വയസ്സിലൂടെ ഉണ്ടായിരുന്നു. 5-6 വയസ്സിലൂടെ വളർന്നു. അവർ പറയുന്ന ആൾക്കാർ പറയുന്നത് അതുപോലെ പൊന്നുപോലെ നമ്മൾക്ക് അത് അല്ല. ഞാൻ നമ്മളൊന്നും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പറയാനുള്ളത് പടച്ചവൻ്റെ വിധി അതായിരുന്നു. പക്ഷേ ഒരു കാര്യം, ഇത് പിന്നെ ആരെങ്കിലും
അവൻ സ്വയം കീഴടങ്ങിയത് അങ്ങ് ഓക്കെ, അല്ലാതെ ആരെങ്കിലും ഇത് മർദ്ദിച്ചതോ വല്ലതും ആണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും അറിയത്തില്ല. എന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല, എന്നെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തുമില്ല. അപ്പം അറിയാത്ത കാര്യം ജയിലുകാരും ആരും ഇതുവരെ ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. ആരോട് പറഞ്ഞാൽ ഇത് അങ്ങനെ അറിയുന്നത് നമ്മൾ? ഞാൻ മീഡിയ കൂടെ അറിഞ്ഞു, അത്രേ. പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടുമില്ല അല്ലേ? ഇല്ല, അവർ നമ്മൾ അറിയിക്കാത്ത ഞാൻ എന്തോ അന്വേഷിക്കാനാ? അല്ല, എന്നിട്ട് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത്, ആ കാര്യം അറിയാൻ താല്പര്യമില്ല. ഞാനത് പറഞ്ഞ ഒരു മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മീഡിയയിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. അത്രേ ഉള്ളൂ. കണ്ടില്ല, ഞങ്ങൾ ആ വീഡിയോ കണ്ടില്ല. അത് തന്നെ ഞാൻ പറയുന്നത്, അത് അവൻ ചെയ്ത അതെന്താണെന്നോ അത് അതിൻ്റെ ശിക്ഷ അവൻ അനുഭവിക്കുന്നു, അത്രേ ഉള്ളൂ. അവൻ ചെയ്ത് എന്താണെന്ന് അവൻ നല്ലപോലെ അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ശിക്ഷ പടച്ചോൻ കൊടുത്തതാണ്. ഇപ്പോൾ ഒരുപാട് ബാധ്യത ഉണ്ട് ഇദ്ദേഹത്തിന്. അത് എന്തെങ്കിലും ആരെങ്കിലും ആ ബാധ്യതയോടെ തീർക്കാമെങ്കിൽ, പൊരുത്തത്തോടു കൂടി ആ ബാധ്യത തീർക്കാമെങ്കിൽ അദ്ദേഹം ഒരു മനസ്സിനുടമയായി നല്ലപോലെ ജീവിക്കാനുള്ള ഒരു ഇത് തോന്നും. ഇപ്പോഴേക്ക് മക്കൾ നഷ്ടപ്പെട്ട്, ഭാര്യയ്ക്കും മുറിവേറ്റ് ഒരവസ്ഥയിൽ, പൈസയും നഷ്ടപ്പെട്ട് കടത്തിലാണ്. ഉമ്മ, രണ്ട് മക്കളെല്ലാം, വലിയ ചേട്ടൻ, ഭാര്യ എല്ലാം പോയ ഒരവസ്ഥ, മാനസികമായി ഒരവസ്ഥയാണ്. ഒരു ആൾക്കും ഇൻ്റർവ്യൂ കൊടുക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ കൂടെയാണ് പാവപ്പെട്ടോയി. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ എന്താ മരിച്ചു പോയിന്നായിരുന്നു സത്യം പറഞ്ഞെങ്കിൽ. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ കരുത്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ഇങ്ങനെയെങ്കിലും നിന്ന് പറ്റിയത്. കാര്യം വേറെ ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയ്ക്ക് താങ്ങി നിർത്താൻ കഴിയാത്തൊരവസ്ഥയാണ്. ഗൾഫിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട്, അവിടെയും കടമുണ്ട്. എന്തായാലും ഇവിടെ വന്ന് എല്ലാവരെയും കാണാനുള്ള, ഉമ്മയെ കാണാൻ പറ്റിയില്ല. കവറിൽ വന്ന് 7 വർഷമായി. സിയാറത്ത് ചെയ്യാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അത് പിന്നെ ഉടനെ തന്നെ കഴിയാൻ കഴിഞ്ഞു. അതും ഒരു പുണ്യമാണെന്ന് കണക്ക് കൂട്ടാം. എന്തായാലും നല്ലൊരു മനുഷ്യനെ കഴിയുന്നുള്ളവർ ഒന്ന് സഹായിച്ചാൽ അത്രയും നല്ലത്. കാര്യം ഇപ്പോൾ സാമ്പത്തികമായി കടത്തിലാണ്, മാനസികമായി വിഷമത്തിലുമാണ്. സമൂഹം ഒരു പിന്തുണ കൊടുത്താൽ അദ്ദേഹം പഴയ ജീവിതത്തിലേക്ക് കയറി വരും. നമ്മളൊരു ജ്യേഷ്ഠനായിട്ട് കണക്ക് കൂട്ടാം. നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് തന്നെ. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എപ്പോഴും കാണുന്ന ഒരാളാണ്. ഗൾഫിൽ വന്നപ്പോഴൊക്കെ നമ്മുടെ അടുത്ത് ഭയങ്കര കാര്യമായിരുന്നു. ഞാനൊരു പ്രവാസിയായിരുന്നു. അപ്പോൾ നമ്മൾ പ്രവാസം ജീവിതം നയിക്കുമ്പം നമ്മളെപ്പോഴും ആലോചിക്കുന്നത് ഇനി കഷ്ടപ്പെടുമ്പോഴൊക്കെ നാളെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ പിള്ളേരെയും മക്കളെയും ഭാര്യയും കാണാൻ വേണ്ടി ഗൾഫിൽ 2-3 പ്രാവശ്യം കടം ഉണ്ടായാലും കൊണ്ടുപോയി അവരൊക്കെ കാണേണ്ട സമയത്ത് കാണിക്കുകയും അവിടങ്ങളൊക്കെ കാണിച്ച്, കടം വന്നാലും കുഴപ്പമില്ല, മക്കളും ഭാര്യയും നന്നായിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഒന്നും പ്രാബല്യത്തിലെത്തിയില്ല എന്നുള്ളതാണ്. എന്നാലും ഇത് ആരെങ്കിലും കണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം പാവപ്പെട്ട നമ്മളെ ഈ മനുഷ്യൻ റഹീം സാഹിബിന് ചെയ്താൽ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു വലിയ പുണ്യമായിട്ട് മാറും. ഇവിടെയല്ലേ ഇവർ വളർന്നതും അല്ലേ? ഈ ഒരു വീട്ടിലല്ലേ ഇവർ ജനിച്ചതും വളർന്നതല്ലേ? ഉമ്മ ഇവിടെ തനിച്ചായിരുന്നു? ഉമ്മ ഒറ്റയ്ക്കായിരുന്നു. നല്ലൊരു ഉമ്മയായിരുന്നു. ഒരു 85 നടക്കുന്നതിനും ഒരു കുഴപ്പമില്ല. അവർക്ക് സ്വാഭാവികമായിട്ട് ഒരു അസുഖങ്ങളും ഇല്ലായിരുന്നു. അവരൊറ്റയ്ക്കാണ് വെച്ച് കുടിച്ചുകൊണ്ടിരുന്നത്. നല്ലൊരു ഉമ്മയായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.